മോളെ, നിനക്ക് ഈ സ്വർഗം കിട്ടാൻ കാരണമെന്താണ്? ആ സമയത്ത് അവിടുന്ന് പറഞ്ഞ മറുപടി, ഇതാ എന്റെ ഖബറിന്റെ സമീപത്ത് ഒരു ചെറുപ്പക്കാരൻ നടന്നു പോകുമ്പോ എന്റെയും നിങ്ങളെയും സൃഷ്ടിക്കാൻ നിമിത്തമായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്നീതാ തങ്ങളിലേക്ക് സ്വലാത്ത് ചൊല്ലിയിട്ട് വകാന ഫിൽ മഖ്ബറത്തി 560 ഖബർ ആ മൈതാനിയിലുണ്ട്. ആ മൈതാനിയിലൂടെ സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരു ചെറുപ്പക്കാരൻ പോകുമ്പോ ആ ചെറുപ്പക്കാരന് സ്വലാത്ത് ചൊല്ലിയതിന്റെ കാരണം കൊണ്ട് ببركة صلاة هذا الرجل عن النبي صلى الله عليه وسلم ആ സ്വലാത്ത് ചൊല്ലിയതിന്റെ കാരണം കൊണ്ട് ആ ചെറുപ്പക്കാരനിക്ക് സ്വലാത്തിന്റെ കാരണം കൊണ്ട് ആ സ്ത്രീക്ക് സ്വർഗം കൊടുത്തുപോയി. സ്ത്രീക്ക് മാത്രമല്ല 560ഓളം വരുന്ന കബറാളികളുടെ ശിക്ഷ അല്ലാഹു ഇളവ് കൊടുത്തു. ഓ പുത്തൻവാദികളെ, ഏത് ജമാഅത്ത് ഇസ്ലാമിയായാലും ഏത് ഖാദിറിയായാലും ഏത് മുജാഹിദായാലും സുബ്ഹാനല്ലാഹ്, ഇമാം ഖുർത്തുബി തങ്ങളുടെ അഭിപ്രായമുള്ളവർ ആരും ലോകത്തില്ലല്ലോ. ആ ഇമാം ഖുർത്തുബി തങ്ങൾ അവിടെ ദിക്ർ എന്ന ഗ്രന്ഥത്തില് വളരെ വ്യക്തമായി പഠിപ്പിക്കുമ്പോ തങ്ങൾ സാധാരണക്കാരനാണോ എങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈമാനുള്ള ചെറുപ്പക്കാരാ, ഉമ്മപെങ്ങന്മാരെ, ആ തങ്ങളെ ഒന്ന് ഇഷ്ടം വെച്ച് അവിടുന്ന് ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന എല്ലാ വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഉടനീളം പ്രാവർത്തികമാക്കിയാൽ നമുക്ക് സ്വർഗ്ഗം ലഭിക്കുന്നതാണ്. ആ തങ്ങളെ സഹായം നമുക്കുണ്ട്. എപ്പോഴും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാ ദിവസവും 100 സ്വലാത്ത് ചൊല്ലണം. 100 സ്വലാത്ത് ചൊല്ലിയാൽ ഖബറിൽ ശിക്ഷ ഉണ്ടാവുകയില്ല എന്നാണ് ഹദീസിൽ നമ്മോട് പഠിപ്പിക്കുന്നത്.